റോയ് ചായ, തെരഞ്ഞെടുപ്പ് പോളിംഗ് പൂർത്തിയായ തമിഴ്നാട്ടിൽ ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത് നടൻ വിജയുടെ TVK എന്ത് അത്ഭുതം കാണിക്കുമെന്നുള്ളതാണ്. കാരണം താരങ്ങൾ രാഷ്ട്രീയത്തിൽ പറഞ്ഞത് തമിഴ്നാട്ടിൽ പുതുമയുള്ള കാര്യമല്ല. വിജയ്ക്ക് മുമ്പിൽ ക്യാപ്റ്റൻ എന്നവിടെ അറിയപ്പെടുന്ന വിജയകാന്ത് DMDK എന്ന് പറയുന്ന പാർട്ടിയായി വന്നു. പക്ഷെ ഒരു വലിയ അധികാര കേന്ദ്രത്തിൽ നിന്നും എത്തിയില്ല. ചെറിയ ചില അത്ഭുതങ്ങൾ മാത്രം കാണിച്ചു പോയി. വിജയ് എന്താകും ഈ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ കാണിക്കുക? DMK ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ തിരിച്ചു വീണ്ടും തുടർഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പൊടുന്നനെ വിജയ് പിന്നെ ഇളയ ദളപതി എന്നറിയപ്പെടുന്ന വിജയ് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രംഗത്തേക്ക് വരുന്നത്. കാരണം ചെറുപ്പക്കാരുടെ ഇടയിൽ 40 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരുടെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു സ്വീകാര്യതയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുത്ത് കളത്തിലിറങ്ങിയത്. പക്ഷേ ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരൻ്റെ ഒരു തന്ത്രങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്തെങ്കിലും കൃത്യമായ ഒരു പ്രകടന പത്രികയോ എന്ത് നടപ്പാക്കും എന്നുള്ളതിനെ കുറിച്ച് ഒന്നും ഒരു വലിയ കാഴ്ചപ്പാടൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ വിജയിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവൊക്കെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. പക്ഷെ പോകുന്നിടത്തെല്ലാം വലിയ ആളുണ്ട്, വലിയ ജനക്കൂട്ടം വരുന്നുണ്ട്. അല്ല, അത്രയും ആരാധകരുള്ള ഒരു നടനാണ്. അത് തന്നെ അത് ഏത് തരത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് ഒരു എല്ലാ പാർട്ടികളുടെ ഇടയിലും ഒരു സംശയമുണ്ട്. ഇന്ന് ഔദ്യോഗികമായി ഇന്ത്യ മുന്നണിയുടെ വക്താക്കൾ പറഞ്ഞു എന്ത് ചലനം സൃഷ്ടിക്കുക എന്നുള്ളതിൽ ആകാംക്ഷയുണ്ട്. കാരണം ഈ വോട്ട് ഒരുപക്ഷെ സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പോലും അവർ സംശയിക്കുന്നത്. കാരണം ഈ DMK മുന്നണിക്ക് കിട്ടേണ്ട വോട്ടിനകത്ത് അത് സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെതറിച്ച് കളയാൻ വിജയിന്റെ വരവ് സഹായിക്കുമോ? കാരണം രണ്ടു കൂട്ടരും BJP വിരുദ്ധതയും രണ്ടു കൂട്ടരും ദ്രാവിഡ രാഷ്ട്രീയവുമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് DMKയുടെ സാധ്യതകൾ ഇല്ലാതായി പോകുമോ എന്നൊരു സംശയം പലയിടത്തും പല കോണിൽ നിന്നും ഉണ്ട്. എഴുതി തള്ളാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഈ സ്വാധീനം ഈ ആൾക്കൂട്ടം വോട്ടായി മാറിയാൽ അതാരെയായിരിക്കാം വലിയ തോതിൽ സഹായിക്കുക, ആർക്കാണ് ഗുണമാകുക എന്നുള്ളതൊക്കെ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇനി ഭരണം പിടിക്കുമോ അതും ഒരു സാധ്യതയെക്കുറിച്ച് ഉണ്ട്. കാരണം തുടക്കത്തിൽ ഇവർ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു സംഘടിത രൂപമൊന്നും വിജയിന്റെ പാർട്ടിക്ക് വന്നിട്ടില്ലെങ്കിലും ഈ ആൾക്കൂട്ടവും ഈ ചെറുപ്പക്കാരുടെ തള്ളിക്കയറ്റവുമാണ് എല്ലാ പാർട്ടികളെയും ഒരു ആകാംക്ഷയിലും ആശങ്കയിലും എത്തിച്ചിരിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. നമ്മളിത് കണ്ടത് കാരണം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിനകത്ത് സിനിമാ താരങ്ങൾ ഒരു അവിഭാജ്യ ഘടകമാണ്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. MGR വന്നു, സിനിമാ രംഗത്ത് തന്നെയുണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്ന കരുണാനിധി, ജയലളിത, MGRന്റെ ഭാര്യ ജാനകി, പിന്നെ ശരത് കുമാർ, കമൽഹാസൻ, നെപ്പോളിയൻ, ഈ വിജയകാന്ത്, ഇങ്ങനെ ഒത്തിരി പേര്. ഒരു കാലത്ത് ശിവാജി ഗണേശൻ സജീവമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈ തമിഴ് സിനിമാ താരങ്ങൾ എപ്പോഴും രാഷ്ട്രീയത്തിൽ പയറ്റാൻ നോക്കുകയും അതിൽ വിജയിച്ചവര് കരുണാനിധിയും MGRും ജയലളിതയും മാത്രമേ നമുക്ക് എടുത്തു പറയാനുള്ളൂ. കാരണം ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഭരണത്തിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുന്ന ലെവലിലേക്ക് എത്തുകയും മുഖ്യമന്ത്രിയാവുകയും ചെയ്ത് ഇങ്ങനെ രണ്ടുപേരോ മാത്രമൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇതിനകത്ത് ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്തു. വലിയ തോതിൽ രാഷ്ട്രീയത്തിൽ വരുമെന്ന് ആഗ്രഹിച്ചിരുന്ന, വരാൻ സാധ്യതയുണ്ടെന്ന് വരെ കൽപ്പിക്കപ്പെട്ടിരുന്ന രജനീകാന്ത് പിന്നെ വന്നില്ല. ജയലളിതയുടെ പിൻഗാമിയായിട്ട് അജിത്തിന്റെ പേരും വന്നിരുന്നു. പിന്നീട് കമൽഹാസൻ വരാൻ ചില ശ്രമങ്ങൾ നടത്തി, അതൊക്കെ പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കണ്ട ഈ വിജയ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10-20 വർഷമായി തമിഴ് രാഷ്ട്രീയം തമിഴ് സിനിമാ ലോകം അടക്കി ഭരിക്കുന്ന ഈ വിജയ് എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്ര ആയിരിക്കും, എന്തുമാത്രം വോട്ട് പിടിക്കും എന്നൊക്കെയുള്ളതാണ് വലിയ ഈ തെരഞ്ഞെടുപ്പിലെ വലിയൊരു ഒരു വലിയ പ്രധാന ചർച്ചാ വിഷയം അത് തന്നെയാണ്. നമ്മൾ കണ്ട 2006 വിജയനെ പോലെ തന്നെ ഒരു കാലത്ത് സ്വാധീനം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ ഇടയിലും സാധാരണക്കാരുടെ ഇടയിലും ഒക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു നടനായിരുന്നു വിജയകാന്ത്.
അപ്പം വിജയകാന്ത് 2005 DMDK എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് രൂപം കൊടുത്ത് സജീവമായി രാഷ്ട്രീയത്തിൽ വരികയും 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു. എല്ലാ സീറ്റിലും മത്സരിച്ചു, 234 സീറ്റിലും മത്സരിച്ചെങ്കിലും അദ്ദേഹം മാത്രമാണ് ആ തവണ ജയിച്ചത്. പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകരെയും രാഷ്ട്രീയ എതിരാളികളെയും എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് 9% വോട്ട് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് 10% വോട്ട് പിടിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം ആ തെരഞ്ഞെടുപ്പിലാണ് ജയലളിതയുടെ പാർട്ടി 2009 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതോടുകൂടിയാണ് ജയലളിതയ്ക്ക് മനസ്സിലായി ജയലളിതയ്ക്ക് കിട്ടേണ്ട വോട്ടുകൾ വിഘടിപ്പിച്ച് കളയുന്നതിൽ ഒരാൾ വിജയകാന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിജയകാന്തുമായിട്ടൊരു സഖ്യം ഉണ്ടാകുകയും 41 സീറ്റുകൾ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്തു. ഏതായാലും അന്നുണ്ടായ ഒരു തരംഗത്തിൻ്റെ ഭാഗമായിട്ട് വിജയകാന്തിൻ്റെ പാർട്ടിക്ക് 29 സീറ്റ് കിട്ടി. ജയലളിത അധികാരത്തിൽ വന്നു. പക്ഷേ ജയലളിത അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസം എന്നത് ജയലളിത ഈ വിജയകാന്തിനെ ഒഴിവാക്കുകയും അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. കാരണം വിജയകാന്തിൻ്റെ രാഷ്ട്രീയം തന്നെ ജയലളിത വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് വരികയൊക്കെ ചെയ്തു. പക്ഷേ അതോടുകൂടി ഈ പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ പരാജയമായി അങ്ങ് അസ്തമിക്കുകയും ചെയ്തു. അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു മെയ്വഴക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഉതകുന്ന രീതിയിൽ പെരുമാറാൻ പലപ്പോഴും വിജയകാന്തിന് കഴിയാതെ പോവുകയും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തുപോയി. ഇന്ന് ആ വിജയകാന്തിൻ്റെ പാർട്ടി ഇന്ന് DMKയോടൊപ്പമാണ് മത്സരിക്കുന്ന ഇത്തവണ. ഈ സിനിമാ താരങ്ങൾക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം തന്നെയുണ്ട്. അവരുടെ ചില പോക്കറ്റുകളുണ്ട്, അവർക്ക് സ്വാധീനമുള്ള ഏരിയ. പിന്നെ സ്റ്റേറ്റ് മുഴുവനായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്. ഇതൊക്കെ ഏത് തരത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് നോക്കുന്നത് ഒരു വശത്ത്. കാരണം അച്ചായൻ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയക്കാരന്റെ മെയ് വഴക്കമുണ്ട്, അത് വിജയിക്കും വഴങ്ങുന്നുണ്ടോ? കാരണം കരൂർ ഒരു ദുരന്തം ഉണ്ടായപ്പോ അവിടെ നിന്ന് അണികളെയും കാണാൻ വന്ന ആരാധകരും കൊല്ലപ്പെട്ടപ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ ഓടിക്കളയുകയാണ് ചെയ്തത്. അതൊരു രാഷ്ട്രീയക്കാരന്റെ മെയ് വഴക്കമില്ലായ്മ. രാഷ്ട്രീയക്കാരന്റെ മെയ് വഴക്കമില്ലായ്മ പല കാര്യങ്ങളെ കുറിച്ച് ഒരു ഫോക്കസ്ഡ് അല്ല. നമ്മളിത് കാണുമ്പോൾ അറിയാം അയാൾക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് ഒരു സ്വപ്നം എന്താണെന്ന് പോലും പറയാൻ കഴിയുന്നില്ല. ചുമ്മാ വെറുതെ അഴിമതിക്കെതിരെ പോരാടും എന്നുള്ള സിനിമ ഡയലോഗിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് തമിഴ്നാട്ടിനെ എങ്ങനെ നവീകരിച്ചെടുക്കാം, തമിഴ്നാടിന് എന്താണ് ആവശ്യം, തമിഴ് ജനതയുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു സ്വപ്നമോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പോലും ദീർഘമായ കാഴ്ചപ്പാടോ വികസനത്തെക്കുറിച്ച് എന്താണ് മാതൃകയെന്നോ എന്നൊന്നും ഇല്ല. അപ്പം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാരിക്കോരി വാഗ്ദാനങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ഈ വോട്ടർമാരെ ആകർഷിക്കുന്നതിന് വേണ്ടി സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ്. അത് വിജയന്റെ പാർട്ടിയും എന്തൊക്കെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എങ്ങനെ അവർക്ക് മുന്നേറാൻ കഴിയും എന്നുള്ള ടെസ്റ്റ് ഡോസാണ് ഈ വരാൻ പോകുന്നത്. കാരണം രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളോടാണ് മത്സരിക്കുന്നത്. ഒന്ന് AIDMK നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി, മറുവശത്ത് DMK നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, CPM, CPI ഒക്കെ ഉൾപ്പെട്ട വിശാലമായ ഇന്ത്യ മുന്നണി ഒരു വശത്ത്. ഈ രണ്ടിനോടാണ് വിജയന്റെ പാർട്ടി ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം വോട്ട് കൺവേർട്ട് ചെയ്ത് മാറാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം ഈ DMKക്ക് കിട്ടേണ്ട വോട്ടുകളാണോ തെറിപ്പിച്ച് കളയുന്നത് അല്ലെങ്കിൽ വിഘടിപ്പിച്ചു പോകുന്നു എന്നുള്ളതാണ് ആകാംക്ഷയുണ്ട്. പക്ഷേ DMK എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. തമിഴ്നാട്ടിലെ മുക്കിലും മൂലയിലും എല്ലാം അവരുടെ പാർട്ടിയുടെ പ്രസൻസ് ഉണ്ട്. സ്റ്റാലിൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പാർട്ടിയെ ഒരേ സമയം തന്നെ ശക്തിപ്പെടുത്തുകയും മറുവശത്ത് ഈ ക്ഷേമ പദ്ധതികൾ കൂടുതൽ അനൗൺസ് ചെയ്ത് അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്ത് വലിയൊരു സ്വാധീനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മികച്ച ഭരണാധികാരി എന്നുള്ളൊരു ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ച് അതിലൊക്കെ ഉപരി BJP വിരുദ്ധത, സംഘപരിവാർ ശക്തികളോട് ഏറ്റുമുട്ടാൻ ഇന്ത്യയിൽ ഇന്ന് തൻ്റെ ഇടം കാണിക്കുന്ന അല്ലെങ്കിൽ ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള പ്രതിച്ഛായമുണ്ട്. അല്ല, DMK മൊത്തം അങ്ങനെയായിരുന്നു. കഴിഞ്ഞ വനിതാ ബില്ല് അടക്കം പാർലമെന്റിൽ വരുമ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന് വളരെ ശക്തമായി എതിർക്കുകയും മികച്ച പ്രസംഗങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത DMK. അതാ പറഞ്ഞേ, അത് സ്റ്റാലിൻ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രധാനമന്ത്രി മോദിയുടെ നയങ്ങളെ എതിർക്കുകയും മോദിക്കെതിരെ സംസാരിക്കുന്നതിനകത്ത് ഒരു മടി കാണിക്കാൻ. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയല്ലല്ലോ. സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞ് ഊരിപ്പോവുകയും മോദിയെ പേരെടുത്ത് പറയാനോ BJPയെ പേരെടുത്ത് പറയാനോ വിമർശിക്കാനുള്ള ധൈര്യം കഴിഞ്ഞ 10 വർഷം നമ്മൾ കാണിച്ചിട്ടില്ല. പക്ഷെ സ്റ്റാലിൻ അതല്ല. സ്റ്റാലിൻ മോദിയെ നേർക്ക് നേർ നിന്നുകൊണ്ട് എതിർക്കാനും അവിടുത്തെ BJPക്കാരനായ ഗവർണറെ
ഏറ്റുമുട്ടാനും ഒക്കെയുള്ള ധൈര്യം കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ തരത്തിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിനകത്ത് ഈ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു നിലപാട്, ഹിന്ദി വിരുദ്ധതയ്ക്ക് എതിരായിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിക്കാൻ സ്റ്റാലിന് കഴിഞ്ഞത് അതൊരു പക്ഷേ വോട്ടാകുമെന്നാണ് അവർ കരുതുന്നത്. പിന്നെ ഈ ഉദയനിധി സ്റ്റാലിൻ അടുത്ത ജനറേഷനും അതേ രീതിയിൽ തന്നെ കട്ടയ്ക്ക് BJP-ക്കെതിരെ പ്രസംഗിക്കാൻ എല്ലാം രംഗത്തുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിന് എന്താണോ യോജിക്കുന്നത് അത് അച്ഛനും മകനും നല്ല വൃത്തിയായിട്ട് അത് പറയാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിനകത്തൊരു സംശയമില്ല. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം നിലപാടുകളിൽ വരുമ്പോൾ ആടിപ്പാടി നിൽക്കുന്ന ഒരു ലൈനാണ് കണ്ടത്. ഒരു നിലപാടില്ലായ്മ ഉണ്ട്. പക്ഷേ നേരെ മറിച്ചാണ് സ്റ്റാലിൻ്റെ കാര്യം. സ്റ്റാലിനെ BJP എതിർക്കുന്ന കാര്യത്തിൽ ഒരല്പം പോലും ഭയമോ പേടിയോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം ഈ കാര്യം നടപ്പിലാക്കുന്നത്. അപ്പം വിജയിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. വിജയ് എന്തുമാത്രം വോട്ട് പിടിക്കും, അതാരെയായിരിക്കാം ബാധിക്കുന്നത്? പിന്നെ NDA മുന്നണിയാണോ അതോ DMK ആണോ എന്നൊക്കെ ഉള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ആർക്കായിരിക്കാം ഇതിൻ്റെ വിജയ് പിടിക്കുന്ന വോട്ട് ആർക്കായിരിക്കാം ഗുണം ചെയ്യുന്നത്, ആരായിരിക്കാം അധികാരത്തിൽ വരുന്നത് എന്നൊക്കെയുള്ള വലിയൊരു സന്ദേഹം നിൽക്കുന്നുണ്ട്. NDA അവരെ പിന്നെ AIDMKയെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് BJP തമിഴ്നാട്ടിലെ ഇലക്ഷനെ നേരിടുന്നത്. അപ്പോൾ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക, ഒരു ഘടകകക്ഷിയുടെ തോളിൽ കയറി നിന്നുകൊണ്ട് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അവരുടെ ശ്രമമാണ്. ഇത്തവണ കൂടി അത് കഴിയുന്നില്ലെങ്കിൽ BJPക്ക് സത്യം പറഞ്ഞാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അവർ പരമാവധി ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പലവട്ടം അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് വലിയ തോതിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും ഈ വിജയ് ഫാക്ടർ എന്താണെന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പോൾ വിജയുടെ വോട്ട് ആരെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അറിയാൻ ഉള്ളൊരു വലിയൊരു ആകാംക്ഷയാണ്. കാരണം ഒരു കനത്ത പോളിംഗ് ആണ് നടന്നത്. ഇപ്പം നമ്മൾ ഈ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് തന്നെ ഏതാണ്ട് 70% കഴിഞ്ഞു. അപ്പോൾ നിലവിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഒരു 75-80 തന്നെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിനകത്ത് സിനിമാക്കാരുടെ ഇടപെടൽ, പ്രത്യേകിച്ച് വിജയ് വന്നത് ചെറുപ്പക്കാരെ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചനകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് ഇനി ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ അതറിയത്തുള്ളൂ എവിടൊക്കെ ആർക്കൊക്കെയാണ് ഗുണം ചെയ്തു എന്നുള്ളത്.